അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.kannur.university.ac.in/UG admin, അതായത് UGA എന്ന് ക്യാപിറ്റലും DM എന്ന് സ്മോൾ ലെറ്ററിലും അതിനുശേഷം 2024/index.php എന്നുള്ള ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരാതെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ അത് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ വെരിഫിക്കേഷൻ കോഡ് എന്നിവ ടൈപ്പ് ചെയ്യുക. വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ 4957 എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നമ്പറായിട്ട് കാണാൻ പറ്റുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു നമ്പർ ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് വേറെ നമ്പറായിരിക്കും കാണുക. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സിൽ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ എത്ര രൂപയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീസായിട്ട് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ ഫീസ് അടക്കുക. അതിനുശേഷം അഡ്മിഷൻ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താകുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യുക. ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾ നിലനിർത്തുന്നവരെ തുടർന്ന് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനുകളിലേക്ക്, അതായത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ആ ഒരു നിലവിലുള്ള ഹയർ ഓപ്ഷനുകളിലേക്ക് കൺസിഡർ ചെയ്യും. ഫീസ് അടച്ച ചലാൻ പ്രവേശന സമയത്ത് ഹാജരാക്കുന്നതിനായിട്ട് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരിക എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല. നിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പ്രിൻ്റ് ഔട്ടാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് വേണ്ടത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ്, സർവകലാശാല അഡ്മിഷൻ ഫീസ് എന്നിവ അടച്ചതിൻ്റെ ചലാന്, അതായത് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അടച്ചിട്ടുണ്ടായിരുന്ന ഫീസ് അടച്ചിട്ടുണ്ടാകും. അതുപോലെ സർവകലാശാലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അടച്ചതിൻ്റെയൊക്കെ ആ ചലാനാണ്. അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് കാർഡുകളും സർട്ടിഫിക്കറ്റുകളും, അതായത് +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അവസാനമായിട്ട് പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള TC, അതുപോലെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അപ്പോൾ അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ SC/ST അപേക്ഷകരാണ് എങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SCBC വിഭാഗത്തിൽ പെടുന്നവരാണ് എങ്കിൽ, അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ട് വില്ലേജ് ഓഫീസർ അനുവദിച്ച സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അന്ത്യോദയ അന്ന യോജന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അതായത് NCC, SPC ഇതുപോലുള്ള നിങ്ങൾ എന്തെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് നിങ്ങൾ കേരള VHSC, THSLC, അതുപോലെ HSC, NIOS, കേരള ലിറ്ററസി മിഷൻ, അതുപോലെ തന്നെ CBSE, CISE തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെയുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതുള്ളൂ. നേറ്റിവിറ്റി തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും രേഖ, അതായത് അതത് ജില്ലകളിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ പ്രവേശനത്തിന് 10 മാർക്ക് വെയിറ്റേജ്, അതായത് താലൂക്ക് അൺഎയ്ഡഡ് കോളേജുകളിലെ പ്രവേശനത്തിന് 10 മാർക്ക് എന്നിവ ക്ലെയിം ചെയ്യുന്നവർക്ക്, വയനാട് ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രവേശനത്തിന് 20 മാർക്ക് വെയിറ്റേജ് ക്ലെയിം ചെയ്യുന്ന വയനാട് ജില്ലക്കാരെ SC, അതായത് ST വിഭാഗക്കാർക്ക്, അതുപോലെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റെന്തെങ്കിലും ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമല്ല, അതായത് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ അപേക്ഷയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് OEC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകരെ SC/ST വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നതിന് കമ്മ്യൂണിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖ, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഹാജരാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്നവർ അതായത് ഈ ഒരു താൽക്കാലിക അഡ്മിഷൻ ആണ് അടയ്ക്കേണ്ടത്. അതായത് താൽക്കാലിക അഡ്മിഷനല്ല, ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നവർ സർവകലാശാലയുടെ ആ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കാണ്ട് ആ ഒരു ഫീസ് അടച്ച് താൽക്കാലിക പ്രവേശനവും ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്നവർ സ്ഥിര പ്രവേശനവും നേടേണ്ടതാണ്. അപ്പോൾ
വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള ഡേറ്റിലാണ് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫീസ് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യമുണ്ട്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ എപ്പോഴാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.